ഗാസയിലെ കൂട്ടക്കൊലയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. യുദ്ധക്കുറ്റങ്ങളും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് നേതാവ് മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മസ്രി എന്നിവർക്കെതിരെ ICC ഇപ്പോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണവും ഗാസയിലെ ടെൽ അവീവിന്റെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് അറസ്റ്റ് വാറന്റ് ആവശ്യപ്പെടുന്നതായി ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ മെയ് 20-ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള ഈ നീക്കം. ഭക്ഷണം, വെള്ളം, മരുന്ന്, വൈദ്യസഹായം, ഇന്ധനം, വൈദ്യുതി ഉൾപ്പെടെയുള്ള നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത വസ്തുക്കൾ ബോധപൂർവം ഗാസയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്ന് ഈ ചേംബർ വിലയിരുത്തിയിരിക്കുകയാണ്. ഏകകണ്ഠമായാണ് 3-അംഗ പാനൽ വാറന്റ് പുറപ്പെടുവിച്ചത്. ഇസ്രായേൽ, ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നടക്കുന്ന അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച തെളിവുകൾ ആശങ്ക ഉയർത്തുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഒക്ടോബർ 7-ന് നടന്ന ആക്രമണത്തിനിടെ ഉണ്ടായ ലൈംഗിക അതിക്രമങ്ങളുടെ റിപ്പോർട്ടുകളും ഗാസയിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിലേക്കും പരിക്കേൽക്കുന്നതിലേക്കും നയിച്ച വലിയ തോതിലുള്ള ബോംബാക്രമണങ്ങളുമെല്ലാം ICCയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. ഹമാസ് നേതാക്കൾക്കെതിരെ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും ഉന്മൂലനം ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റങ്ങളും ആരോപിക്കുന്നുണ്ട്. സിവിലിയന്മാർക്കെതിരായ ബോധപൂർവമായ ആക്രമണങ്ങളും പട്ടിണിയെ യുദ്ധ ആയുധമായി ഉപയോഗിക്കൽ, ഉന്മൂലനം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളുമാണ് ആരോപിക്കുന്നത്. അതേസമയം ഇസ്രായേല് ICCയുടെ അധികാര പരിധി നിരസിക്കുകയും ഗാസയിലെ കുറ്റങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. ICCയുടെ അംഗരാജ്യമല്ലാത്തതിനാൽ കോടതിയുടെ അധികാര പരിധി ബാധകമല്ലെന്നാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ കോടതിയുടെ അധികാര പരിധിക്ക് ഇസ്രായേലിന്റെ സ്വീകാര്യത ആവശ്യമില്ലെന്ന് ICC വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ICC വാറന്റ് പുറപ്പെടുവിച്ചെങ്കിലും ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ICCയുടെ 124 അംഗരാജ്യങ്ങളാണ്. ഇസ്രായേലോ അവരുടെ സഖ്യകക്ഷിയായ അമേരിക്കയോ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ICCയുടെ അറസ്റ്റ് വാറന്റ് വാർത്തകളിൽ നെതന്യാഹു അസ്വസ്ഥനാണെന്നും അസാധാരണമായ സമ്മർദ്ദത്തിലാണെന്നുമുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. മുതിർന്ന ഇസ്രായേൽ നേതാക്കൾ ടെൽ അവീവിൽ അടിയന്തര യോഗം ചേർന്ന് ICCയുടെ നീക്കങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വ്യോമാക്രമണത്തിൽ മുഹമ്മദ് ദീഫ് എന്നറിയപ്പെടുന്ന അൽ മസ്രി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹമാസ് ഈ അവകാശവാദം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നെതന്യാഹുവിന്റെയും ഗാലന്റിന്റെയും അറസ്റ്റ് വാറന്റിനെതിരെ നിരവധി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യെയർ ലാപിഡ് കോടതി തീരുമാനത്തെ അപലപിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തു. ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തെ ഭീകര സംഘടനകൾക്കെതിരായ പോരാട്ടമായി ചിത്രീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇരട്ട നിലപാടും കാപട്യവും കാണിക്കുന്നതായും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി അവിഗ്ദോർ ലൈബർമാനും എക്സിൽ കുറിച്ചിട്ടുണ്ട്. തങ്ങളുടെ പൗരന്മാരെ ആക്രമിച്ചതിന് ഇസ്രായേൽ രാജ്യം മാപ്പ് പറയില്ലെന്നും തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. എന്തായാലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനം നെതന്യാഹുവിനെയും മറ്റ് നേതാക്കളെയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടികയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവരെ കൂടുതൽ ഒറ്റപ്പെടുത്താനും 13 മാസത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ ചർച്ചകൾക്കുമുള്ള ശ്രമങ്ങൾ സങ്കീർണമാക്കാനും സാധ്യതയുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹമാസ് നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒക്ടോബർ 7-ന് ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി 1200ഓളം ആളുകളെ കൊല്ലുകയും 250 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. സംഘർഷത്തിൽ ഇതുവരെ 44,056 പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് ഭരണകൂടത്തിന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഗാസ മുനമ്പിൽ 1,04,268 പേർക്ക് പരിക്കേറ്റു. 24 മണിക്കൂറിനിടെ 71 മരണങ്ങൾ നടന്നെന്നും മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു. ഇതിനു മറുപടിയായി ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണത്തിൽ ഇതുവരെ 44,000 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്.